ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ നിലമ്പൂരിൽ അത്രയും കാലം ചർച്ച ചെയ്തിരുന്ന പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിലമ്പൂരിലെ ബൈപ്പാസിൻ്റെ തന്നെയാണ്. നമ്മൾ പലവട്ടം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചതാണ് നിലമ്പൂരിലെ ബൈപ്പാസ് വിഷയം. 157 കുടുംബങ്ങൾ 27 വർഷമായിട്ട് അവരുടെ സ്ഥലത്തിന് വില കിട്ടാതെ, ഈ സ്ഥലം വിറ്റുപോകാൻ കഴിയാതെ, അവരുടെ ഉപജീവനം വരെ ഇല്ലാതായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഇപ്പോൾ ഇന്നലെ 227 കോടി രൂപ ഈ ഒരു ബൈപ്പാസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നുവെന്ന് സർക്കാർ അറിയിക്കുകയാണ്. അതായത് ഈ ഒരു ബൈപ്പാസ് അതിനുവേണ്ടി പ്രയത്നിച്ചിരുന്ന, അതിനുവേണ്ടി സമരം ചെയ്തിരുന്ന ജനങ്ങളെ സംബന്ധിച്ച് സർക്കാർ അവരെ പരിഗണിക്കുന്നു എന്നൊരു സന്ദേശം നൽകാൻ സർക്കാർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ പ്രദേശവാസികൾ തന്നെ ചേരുന്നുണ്ട്. 27 വർഷത്തെ വലിയൊരു കാലയളവാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആശ്വാസം എന്ന തരത്തിൽ 227 കോടി രൂപ പ്രഖ്യാപിക്കുന്നു എന്ന ഒരു പ്രസ്താവന നടത്തുകയാണ്. എങ്ങനെ കാണുന്നു ഇതിനെ? ഈ പ്രസ്താവനയിൽ ഞങ്ങൾ അവിശ്വസിക്കുകയാണ്. കാരണം എന്താ പറയുക, ഇതിനു മുൻപ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം, തീവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് 227 അല്ല, ഇനി ഇതിൽ കൂടുതൽ സംഖ്യ അവരനുവദിച്ചാലും ഈ സംഖ്യ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അതുമാത്രമല്ല, കാണേണ്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ ചെന്ന് കണ്ട് കാലുവരെ പിടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിനെയും പോയി കണ്ടിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്കൊരു വിജയം കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇന്നലെ അവർ പ്രഖ്യാപിച്ച 227 കോടിയിൽ ഞങ്ങൾ അത്ര വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ഞങ്ങളുടെ ഈ എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. പിന്നീട് ഞങ്ങൾ ഇതിനനുസരിച്ച് പ്രവർത്തനം നിർത്തൂ. അതുമാത്രമാണ് ഞങ്ങൾക്കിതിൽ പറയാനുള്ളത്. അതെ, കാണണമെന്നില്ല. നമ്മളിപ്പോൾ 2016 തൊട്ട് കേക്കൽ ഓടിക്കാം. 140, 154, 200, 250. ഇത് ഈ ഓരോ കൊല്ലം 10 കോടിയിട്ടാണ് ഈ 8 കിലോമീറ്റർ 6 കിലോമീറ്റർ കഴിഞ്ഞ് പോയിരുന്നു. ഇവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം 150, 200 എന്ന് പറയും. അത് കഴിഞ്ഞാൽ പറയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ഇനി പെരുമാറ്റച്ചട്ടായി, അതുകൊണ്ട് ഇനി നമുക്ക് ഇത് കഴിയട്ടെ എന്ന് പറയുന്ന സ്വഭാവം. ഇത് നടക്കില്ല. ഇതൊക്കെ നമുക്കറിയാം. ഇത് ഒന്നിച്ച് 227 കോടി എന്നല്ല, ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇത്ര കോടി എന്നുള്ള സംഖ്യ ഉണ്ടാവും. അത് അവരിട്ടത് എത്ര എന്ന് പറയട്ടെ, റോഡിന് ഇത്ര എന്ന് പറയട്ടെ. അങ്ങനെ തീരുമാനിക്കാൻ നമുക്കിത് ഏതാ സത്യം എന്നുള്ളത്. അല്ലാതെ ഇവർ ഇത്ര തൊള്ളയെ കൊള്ളാത്ത ഓരോ വാഗ്ദാനങ്ങൾ ഇങ്ങനെ തരികയെന്നല്ലാതെ എന്താ കാര്യമുള്ളത്? ഞങ്ങളിത് കുറേ കാലമായി അനുഭവിക്കുന്നതേ. 2016 വരെ 10 കോടി 15 കോടിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇടതുപക്ഷം വന്നതിന് ശേഷമാണ് ഈ 100ൻ്റെ മുകളിൽ കടക്കൽ തുടങ്ങിയത്. ഒരു ഉറപ്പ് നമ്മളെ കസ്റ്റഡി നമുക്ക് എത്തിയിട്ടില്ല, നമ്മളെ വിളിച്ചിട്ടുമില്ല. ഇതിങ്ങനെ പറയതാ പൈസ പാസ്സായിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് 200 കോടി ആയില്ല, ഇനിയിപ്പോൾ അപ്പാണ്ട് പോകാന്നുള്ളത്. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നമുക്ക് വിശ്വാസം വരണമെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇത് ഇത്ര ഉറപ്പ്, ഈ വകുപ്പിൽ ഇത്ര കോടി ഉറപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നത് വേണം. അതില്ലാത്തടത്തോളം കാലം ഇതിപ്പോൾ ഇത് ഓട്ടം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ സ്ഥാനാർത്ഥിനെ നിർത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും. ഇതുകൊണ്ടായിട്ടില്ല. ഇനി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളാണ് വരുന്നത്. ഒരു 7-8 വാർഡോളം ഈ റോഡ് ഇതിൽ പോണ സ്ഥലങ്ങളുണ്ട്. എല്ലാത്തിലും ഞങ്ങൾ സ്ഥാനാർത്ഥിനെ നിർത്താൻ തീരുമാനം തന്നെയാണ്. 30 എല്ലാത്തിലും നിർത്തും. ഇനി ഏതായാലും ഞങ്ങളെ കൊണ്ട് ഇത്രത്തോളം ഞങ്ങളെ കളിപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങനെയായിട്ട് പോട്ടെ നിൽക്കുക, അല്ലാതെ വേറെ എന്താ? അതായത് വോട്ട് മുന്നിൽ കണ്ടുള്ള നീക്കം തന്നെ. അതിന് സംശയമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു സംശയമില്ല. നിങ്ങൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് വേണ്ട ബഹിഷ്കരിക്കുന്നു, പണ്ട് തെരഞ്ഞെടുപ്പിലൊക്കെ പറഞ്ഞു. ഇത്തവണ മത്സരിക്കുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വേറൊരു തലമാണല്ലോ. ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളിത് പിന്മാറും. ഞങ്ങളെ പൈസ കയറുന്നത് വരെ ഞങ്ങളിതിന് സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങൾ മത്സരിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ തീരുമാനം, ഉറച്ച തീരുമാനം. ഞങ്ങൾ ഇനി ഇതിൽ ആരും ഒന്നും ഇതിൽ ഇടപെട്ടാലും ഞങ്ങൾ ഉറച്ചൊരു തീരുമാനത്തിൽ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. സ്വതന്ത്ര സ്ഥാനാർത്ഥി, ബൈപ്പാസിൻ്റെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ നിർത്തും. ഇതിൽ ഞങ്ങൾ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ, ഈ അനുഭവങ്ങളൊക്കെ അറിയുന്ന ജനങ്ങൾ ഇതിന് ഞങ്ങളെ കൂടെ ഉണ്ടാവും. ഒരു മുന്നണിക്ക് ഇവിടുത്തെ വോട്ട് പോകില്ല. എന്താണ് നിങ്ങളൊക്കെ ഒരു പറയുന്നത്? നിങ്ങളൊക്കെ കുറേ കാലമായല്ലോ ഇതിൻ്റെ പിന്നാലെ. തന്നെ പറയാനുള്ളത്, ഞങ്ങൾ ഇതിൽ ഇങ്ങനെ നിൽക്കുക, ഈ ഇലക്ഷന് നിന്നുങ്ങാണ്ട് നീ വോട്ട് ബഹിഷ്കരിക്കണില്ല. ബഹിഷ്കരിച്ചിട്ട് കാര്യമല്ലല്ലോ, വെറുതെ നമ്മളെ വോട്ട് വെറുതെ പോകാൻ കാണില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി വോട്ട് ചെയ്യാൻ തന്നെ തീരുമാനം. ഞങ്ങൾ വോട്ട് പറഞ്ഞാൽ ഞങ്ങൾ കുറേ വോട്ടുണ്ടാവും. അതിന് ഞങ്ങളെ കുടുംബങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ കുടുംബങ്ങളും ഇതിൽ തന്നെ അല്ലേ കാലം. അപ്പം അങ്ങനെ വോട്ട് ചെയ്യാൻ തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് ഞങ്ങൾ പിന്മാറണമെങ്കിൽ ഞങ്ങളെ പൈസ ഞങ്ങളെ അക്കൗണ്ടിലേക്ക് വരണം. അതിനുള്ള ഞങ്ങളെല്ലാവരും തീരുമാനം തന്നെ. നിലമ്പൂരിൽ വേണ്ടെന്ന് ആ ഒരു കുട്ടി പറയില്ല. കാരണം അത്ര ബുദ്ധിമുട്ടുള്ള റോഡാണ് ഈ റോഡ്. അതാരും പറയില്ല. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളൊപ്പം ഉണ്ടാവും. തന്നെ പറയാനുള്ളത്, ഞങ്ങളെ അക്കൗണ്ടിൽ പൈസ കയറിയാൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുള്ളൂ. അത് ഉറപ്പ് തരണം, അല്ലാതെ വാഗ്ദാനങ്ങൾ മാത്രം പോരാ, പ്രഖ്യാപനം പാടില്ല. കാരണം കുറേ പ്രഖ്യാപനങ്ങൾ കേട്ടതാണ്. ആദ്യം 154 കോടി, ഇപ്പോൾ 227 കോടി, അങ്ങനെ പ്രഖ്യാപനം വന്നിട്ട് കാര്യമില്ല. അക്കൗണ്ടിൽ PWDൻ്റെ അക്കൗണ്ടിലോ റവന്യൂവിൻ്റെ അക്കൗണ്ടിലോ കയറി എന്ന് പറഞ്ഞാൽ, ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ MLAനെ നിർത്തുമെന്ന് പറഞ്ഞത് ഞങ്ങൾ പിന്മാറിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തൂല. കാരണം അത്
ഞങ്ങൾക്ക് ഉറപ്പ് തരണം, രേഖാമൂലം ഉറപ്പ്, അല്ലെ വാഗ്ദാനങ്ങൾ മാത്രം പോരാ. അങ്ങനെ ഇത് തന്നെ എല്ലാവർക്കും ഒരു വാക്കുള്ളൂ പറയാൻ. ഈ ബൈപ്പാസ് കൂട്ടായ്മയിലൊക്കെ ഒന്നേ പറയാനുള്ളൂ. ഇതിന് ഈ ഒരു പോരാട്ടം അതെ, ഈ ഒരു ഇപ്പൊ സത്യം പറഞ്ഞാല് നിങ്ങൾ ഇത്രയും കാലം പോരടിച്ചതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണല്ലോ അല്ലേ? അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ. എന്താ ഉമർക്ക് എത്ര വോട്ട് നമുക്ക് സമാഹരിക്കാൻ കഴിയുന്നൊക്കെയാണ് നിങ്ങളൊരു പ്രതീക്ഷ? ഏകദേശം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 2000-ത്തിലധികം വോട്ടുകൾ കിട്ടും എന്നുള്ളത് ശുഭപ്രതീക്ഷ ഉണ്ട്. മറ്റുള്ള ഈ നാട്ടുകാർ മുഴുവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ വോട്ടുകളുടെ എണ്ണം കൂടുകയുള്ളൂ, കുറയില്ല. എന്താണെങ്കിലും ഒരാൾ ജയിക്കണോ തോൽക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തും, മത്സരിപ്പിക്കും. ജയോ തോൽവിയോ അത് വേറെ കാര്യം. പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരൊക്കെ വിളിച്ചില്ലേ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു? ആരും വിളിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല ആരും. വരികയാണെങ്കിൽ അതനുസരിച്ച് പെരുമാറും. വേറൊരു കാര്യം കൂടി എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ആ ന്യൂസ് ഇന്നലത്തെ വായിച്ചാൽ തന്നെ അറിയാം. ആദ്യം ഒരു 154 കോടി, ഒപ്പം തന്നെ 227 കോടി. ഇത് ഒക്കെ പാസ്സാക്കുന്ന ആരായി സർക്കാരാണ്. ഇതിൽ ഏതാപ്പം ഞങ്ങൾ വിശ്വസിക്കുക? ഇത് വിശ്വസിക്കേണ്ടപ്പോൾ നമ്മൾ ഒരു 2 ദിവസം കൊണ്ട് വന്നാൽ ഒരു ദിവസം വന്ന വാർത്തയാണ് ഇത് രണ്ടും. 154, 227. അതൊന്ന് ആലോചിച്ച് നിങ്ങൾ അത് ഏതാ ഞങ്ങൾ വിശ്വസിക്കുക? പിന്നെ ഇവര് പറയണത് എങ്ങനെ വിശ്വസിക്കുക? ഞങ്ങൾ ഇത് നുണയെന്നുള്ള ഉറപ്പല്ലേ? തെരഞ്ഞെടുപ്പ് നേതാക്കന്മാരും അതുമാതിരി നുണകളെ പറഞ്ഞു. ഇപ്പം ഇതിവിടെ പത്രത്തിലും സമ്മേളനത്തിൽ വരുന്ന മുന്നേ തന്നെ ഓരോ ഓഫീസിൽ എത്തിക്കുന്ന പേപ്പറുകൾ ഇതൊക്കെ നുണ വീടുകയാണ്. അത്ര തന്നെ ഉള്ളു പറയാം. തെറ്റൊന്നുമില്ല. ഞങ്ങളതിന് ഒരു കച്ചട്ടി ഇറങ്ങിയേക്കാണ്. ഇത്തവണ വിട്ടുകൊടുക്കാൻ ഒരു തരത്തിലും വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ല, വാഗ്ദാനം വിശ്വസിച്ചിട്ട് കാര്യമല്ല. 10-32 വർഷമല്ല വിശ്വസിക്കലോട്ടിട്ട്. ഇപ്പം പറയേണ്ടത് അതാണ്. നമ്മൾ സത്യം നമ്മൾ വിശ്വസിച്ചിട്ട് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങളതിന് മാറ്റമൊന്നുമില്ല. ഞങ്ങളെ ഈ പരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ്, വാഗ്ദാനങ്ങളിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി ചെയ്തു കാണിക്കട്ടെ. ഈ പറയുന്ന വാക്കുകൾ അത് ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലൊരു നടപടി ഉണ്ടാകട്ടെ, എന്നിട്ട് അവരെ വിശ്വസിക്കാം. അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാനുണ്ടാകും. അത് മണ്ഡലത്തിലെ ജയവും തോൽവിയും നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുമെന്ന ആത്മവിശ്വാസവും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18.